തിരുവല്ലയിൽ നിന്ന് കണ്ണൻ നായരാണ് വിവരങ്ങളുമായി ചേരുന്നത്. കണ്ണൻ, എപ്പോഴും ആദ്യത്തെ ബഹളം കഴിഞ്ഞാൽ പിന്നെ ദുരിതം അനുഭവിക്കുന്ന ഒരു മേഖലയാണ് ഈ അപ്പർ കുട്ടനാട് മേഖല. ഈ തിരുവല്ല ചെങ്ങന്നൂർ ഭാഗത്തേക്കൊക്കെ ആ വെള്ളം ഒഴുകി പോവുകയാണ് ഏറ്റവും ആവശ്യം. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്താണ്? ശ്രീജ, കുട്ടനാട്ടിൻ്റെ ഒരു ചൊല്ലുണ്ട്, പുരയ്ക്ക് മീതെ വെള്ളം ഉയർന്നാൽ അതിനുമേലെ വള്ളവും കഴുക്കോലും എന്നൊരു ചൊല്ലുണ്ട്. ആ ചൊല്ല് ഇത്തവണ യാഥാർത്ഥ്യമാകുന്നില്ല. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അമ്പലപ്പുഴ തിരുവല്ല റോഡിൽ കൂടിയാണ്. തിരുവല്ല സംസ്ഥാന പാതയിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒരു വലിയ തോടിന് സമാനമായ സ്ഥിതിയാണ് ഈ പാതയിലുള്ളത്. ഇത് കുറേയേറെ ദിവസങ്ങളായി, 5 ദിവസത്തിലേറെയായി ഇത് തന്നെയാണ് അവസ്ഥ. വീടുകളിലും അതുപോലെ തന്നെ കടകളിലും ഒക്കെ തന്നെ വെള്ളം കയറുന്ന സ്ഥിതിവിശേഷമാണ്. ഇവിടെ ഏക യാത്രാമാർഗം എന്ന് പറയുന്നത് ട്രാക്ടറിലാണ് ഞാനിപ്പോൾ തലവടി ഭാഗത്തേക്കുള്ള യാത്രയിലാണ്. ട്രാക്ടറിലാണ് യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പുഴ ഒഴുകി പോകുന്നത് പോലെ ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. വീടുകളിലേക്ക് തന്നെ വെള്ളം ഒഴുകി പോകുന്നു. സമീപത്ത് പമ്പാ നദി കൊണ്ട് പമ്പാ നദിയിൽ നിന്നുള്ള വെള്ളമാണ് ഇത്തരത്തിൽ ഒഴുകി ഓരോ വീടുകളിലേക്കും പോകുന്നത്. പല സ്ഥലങ്ങളിലും വെള്ളം ഇറങ്ങി എന്ന് പറയാം. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഈ വാഹനങ്ങളൊക്കെ തന്നെ തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനങ്ങളാണിത്. തമിഴ്നാട്ടിൽ നിന്ന് വന്ന് തിരുവല്ലയിൽ നിന്ന് നേരെ അമ്പലപ്പുഴയിലേക്ക് പോകാൻ വേണ്ടി വന്നിട്ടുള്ള വാഹനങ്ങളാണ്. അവയൊക്കെ തന്നെ കുടുങ്ങിക്കിടക്കുന്ന സ്ഥിതിയാണ് ഉള്ളത്. ഏതെങ്കിലും തരത്തിൽ വാഹനം ഒതുക്കാൻ സാധിക്കുന്ന സ്ഥലത്ത് വാഹനങ്ങൾ ഒതുക്കി നിർത്തിയേക്കുകയാണ്. വള്ളത്തിൽ ആണ് പല ആൾക്കാരും ഇട റോഡുകളിലൊക്കെ വള്ളത്തിലാണ് പോകുന്നത്. പല ആൾക്കാരും വീടുകളുടെ മുകൾ ഭാഗത്ത് കയറിയിരിക്കുന്നു. താഴത്തെ നിലകളിലൊക്കെ തന്നെ വെള്ളം പൂർണ്ണമായും കയറിയത് മൂലം മുകൾ ഭാഗത്തേക്ക് 2ാം നിലയിലേക്ക് കയറിയിരിക്കുന്നു. അവർക്കൊക്കെ തന്നെ പല ആൾക്കാർ ഇന്ന് രാവിലെ സംസാരിക്കുമ്പോൾ പല ആൾക്കാരും ആശുപത്രിയിൽ പോകാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ, അതല്ലെങ്കിൽ മരുന്നിന് ബുദ്ധിമുട്ടുന്ന ആൾക്കാരൊക്കെ തന്നെ ഉണ്ട്. അവരുടെയൊക്കെ ഒരു അവസ്ഥ ദുരിതപൂർണ്ണമായിട്ടുള്ള അവസ്ഥയാണ്. പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്തുണ്ട്. ഈ നമ്മുടെ തലവടി ഉൾപ്രദേശത്തെ അവസ്ഥ എങ്ങനെയുണ്ട് ചേട്ടാ? തലവടി ഉൾപ്രദേശത്തെല്ലാം വെള്ളം കയറി കിടക്കുന്ന സമയമാണ്. അതായത് ഏതാണ്ട് 4 ദിവസത്തിന് മേളിലായി തലവടി പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങൾ വെള്ളം കയറി കിടക്കുകയാണ്. ഒത്തിരി പേരാണ് വീടിന് അകത്ത് കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാർ. അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുപോലുള്ള കുട്ടികളും പല സ്ഥലത്തു നിന്ന് വരുന്ന ആൾക്കാരാണ് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ വരവ്, കിഴക്കൻ വെള്ളത്തിൻ്റെ വരവ് നിലച്ചു എന്ന് പറയാറായിട്ടില്ല. ഇപ്പോൾ ഏതാണ്ട് 4 ദിവസമായി കുട്ടനാടിൻ്റെ എല്ലാ മേഖലകളിലും വെള്ളപ്പൊക്കത്തിൻ്റെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം ചെല്ലുന്നതോടെ ഇപ്പം 4 ദിവസത്തിന് മേളിലായി കുട്ടനാട്ടിലെ പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറിക്കിട. ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ എന്ന് വരികിലും ഇപ്പം പൊടിയാടിയിൽ നിന്നും വരാനും അതുപോലെ തകഴിയിൽ നിന്നും ഇങ്ങോട്ട് വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് തലവടി, മുട്ടാർ, എടത്തുവ എന്നീ 3 ഗ്രാമപഞ്ചായത്തുകൾ പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. അപ്പോൾ ഈ കാണുന്ന വെള്ളം വേണ്ടുന്നതായ സർക്കാരിൻ്റെ അടിയന്തര ശ്രദ്ധ അപ്രതീക്ഷിതമായി ഉണ്ടായി വെള്ളപ്പൊക്കം കൊണ്ട് കുട്ടനാടിലെ ജനങ്ങൾക്ക് വളരെ ദുരിതമാണ് അനുഭവിക്കുന്നത്. വീട്ടിലേക്ക് പോവാണോ? എന്താണ് അവസ്ഥ? ലോഡ്ജിലായിട്ട് നിൽക്കുക. ഇവിടെ വെള്ളം കയറി, ആ വീട് ഇല്ലേ വെള്ളം കയറി നിറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ലോഡ്ജിലോട്ട് മാറി, ചക്രത്തിലോട്ട്. ആ ഉള്ളിലായി, മുഴുവനായി. അപ്പോഴേക്കും പിന്നെ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. കാര്യം ഇത് ഈ അമ്പലപ്പുഴ ചങ്ങന തിരുവല്ല റോഡിൻ്റെ അവസ്ഥയാണ്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാൻ സാധിക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും വീടുകളുടെ ചുറ്റും വെള്ളം, വീടിനകത്ത് വെള്ളം കയറിയ സ്ഥിതി. വാഹനങ്ങളൊക്കെ തന്നെ സുരക്ഷിതമായി പല ആൾക്കാരും കിട്ടുന്ന ഉയർന്ന സ്ഥലം ഏതാണോ ആ ഉയർന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. ഒരു വലിയ പുഴയ്ക്ക് സമാനമാണ് അമ്പലപ്പുഴ തിരുവല്ല പാത എന്ന് പറയണതോ. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ഇട റോഡുകളാണ്. അമ്പലപ്പുഴ തിരുവല്ല പാത, ചക്കുളം, അതായത് ഏറ്റവും അടുത്ത് പറഞ്ഞാൽ ചക്കുളം ക്ഷേത്രത്തിന് തൊട്ട് സമീപത്തുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. നെടുമ്പ്രം എന്ന് പറയുന്ന പ്രദേശമാണ്. ആ പ്രദേശത്ത് കടകളിൽ വെള്ളം കയറിയിട്ടുണ്ട്, വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. 5 ദിവസമായി ഇവിടുന്ന് വെള്ളം ഇറങ്ങുന്നില്ല. ശ്രീജ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ആറന്മുളയായാലും കോഴഞ്ചേരി ആയാലും റാന്നി ആയാലും തുടക്കത്തിൽ മലവെള്ളം അവിടെയൊക്കെ ഒഴുകിയെത്തുന്നു. പക്ഷേ അതിനുശേഷം പിന്നീട് വെള്ളം ഇറങ്ങാത്ത ഒരു സ്ഥിതി അവിടെ അപ്പർ കുട്ടനാടായാലും കുട്ടനാട് മേഖല. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് വലിയ രീതിയിൽ തിര തോട്ടപ്പള്ളി ഭാഗത്ത് ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഉണ്ട്. 1.8 മീറ്റർ ഉയരത്തിലാണ് തിര ഉയരുന്നത്. എന്നാൽ ഇവിടെ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളത്തിൻ്റെയും അളവ് ഏതാണ്ട് 70-80 സെൻറ്റിമീറ്റർ മാത്രമാണ്. അതായത് ഉയർന്ന തിര, ഹൈറ്റൈഡ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഉയർന്ന തിരയായതുകൊണ്ട് തന്നെ അവിടേക്ക് കടലിലേക്ക് വെള്ളം പോകാൻ തിരിച്ച് ഇറങ്ങുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കൂടുതലായി ഇത്തരത്തിൽ ഈ വെള്ളക്കെട്ട് നിലനിൽക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ വെള്ളക്കെട്ട് ഉണ്ടാകാനുള്ള പ്രദേശം കൂടിയാണ് തിരുവല്ല, അതുപോലെ തന്നെ അപ്പർ കുട്ടനാട്, വട്ടനാട്, തിരുവനന്തപുരം അടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ. ഇപ്പോൾ നമ്മൾ നെടുമ്പ്രം ഭാഗത്തു നിന്ന് ഈ ചക്കുളം ക്ഷേത്രത്തിന് സമീപത്തേക്ക് നമ്മൾ എത്തുന്നതാണ്. ആ സ്ഥലത്തൊക്കെ തന്നെ വലിയ രീതിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. ഇത് ദിവസങ്ങൾ നീണ്ടു നിൽക്കാനുള്ള സാധ്യതയും വളരെയേറെയാണ്.
ശരി, കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിയത്.